മച്ചന്മാരെ എല്ലാവർക്കും നമ്മുടെ ലൈഫ് ലിവിൻ്റെ ടെക്കിലേക്ക് ഒന്നുകൂടി സ്വാഗതം. അപ്പോൾ നമ്മുടെ എൻ്റെ അടുത്ത് ഉഷ എന്ന് പറയുന്ന ഒരു എൻ്റെ ഫ്രണ്ടാണെന്ന് തോന്നുന്നു. എനിക്ക് ഒരു കമൻറ്റ് അയച്ചായിരുന്നു ഞാൻ ലോൺ വൂൾഫ് ഇട്ട സമയത്ത്. അപ്പോൾ ഒന്നുകൂടി ലോൺ വൂൾഫ് കളിക്കുക ബ്രോ എന്നായിരിക്കുന്നത്. എനിക്ക് ഈ പോസിറ്റീവ് കമൻസൊക്കെ ആകുമ്പോൾ എനിക്കും പോസിറ്റീവ് എനർജി വരുന്നുണ്ട്. താങ്ക് യു ഫ്രണ്ട്സ്, നിങ്ങളുടെ എല്ലാം സപ്പോർട്ട് കൊണ്ട് ഇപ്പോൾ 136 സബ്സ്ക്രൈബേഴ്സ് ആയിരിക്കുകയാണ് ഫ്രണ്ട്സ്. അപ്പോൾ നമുക്ക് ഒരു റിപ്പോർട്ട് അയച്ച് കളിക്കാം. ഓക്കെ, ഞാൻ ലോൺ വൂൾഫാണ് കളിക്കാൻ പോകുന്നത്. ഓക്കെ, നമുക്ക് നേരെ കളിയിലേക്ക് വിടാം. അപ്പം ക്യാരക്ടർ ഏതാ കിടക്കുന്നത് നോക്കട്ടെ. നമുക്കെന്നാ നമ്മുടെ ആരായിരുന്നു ഇങ്ങനെ എടുത്തേക്കാം. എന്തോ ഒരു അല്പപാതി കുഴപ്പമുണ്ട് കേട്ടോ. ഞാൻ നെറ്റ് ഓണാണല്ലോ. പിന്നെ ക്യാരക്ടർ നമുക്ക് യുങ്കോങ് ചേട്ട ഇവിടെ അതേ ഇരിക്കുന്നു. ഓക്കെ മച്ചന്മാരെ, അപ്പം നമ്മുടെ യുങ്കോങ് വന്നിരിക്കുകയാണ്. അപ്പം നമുക്ക് നേരെ കളിയിലേക്ക് പോവാം. അപ്പം എല്ലാവരും സജസ്റ്റ് ചെയ്ത പോലെ ഇന്നത്തെ കളി ലോൺ വൂൾഫ് വേണ്ട, നമുക്ക് ബാറ്റർ റോയൽ കളിക്കാം അല്ലേ. അടുത്ത കളിയിൽ ലോൺ വൂൾഫ് വരുന്നതായിരിക്കും. അപ്പം നമുക്ക് നേരെ ബാറ്റർ റോയൽ കളിക്കാം. മച്ചന്മാരെ, എന്നെ സപ്പോർട്ട് ചെയ്യുന്ന പലരും ഉണ്ട്. എന്നെ നെഗറ്റീവ് കമൻസ് അയച്ച് എന്നെ തളർത്തുന്നവരും ഉണ്ട്, പോസിറ്റീവ് കമൻസ് അയച്ച് എന്നെ ഉണർത്തുന്നവരും ഉണ്ട്. അവരതൊക്കെ എനിക്ക് ഒറ്റ കാര്യം പറയാനുള്ളൂ. നിങ്ങൾ നെഗറ്റീവ് അയച്ചാലും പോസിറ്റീവ് അയച്ചാലും ഒന്ന് ഓർക്കണം, ഒരാളുടെ മൈൻഡാണ് പോകുന്നത്. അപ്പം നിങ്ങളൊന്ന് ആലോചിക്കണം ഫ്രണ്ട്സ്. എന്തായാലും നിങ്ങൾ വെറുതെ കമൻറ്റ് ഇട്ട് വേസ്റ്റ് ചില കുട്ടികളൊക്കെ അനാവശ്യമായിട്ട് മെസ്സേജ് അയക്കും. എന്നുവെച്ചാൽ എൻ്റെ കാര്യമല്ല ഞാൻ പറഞ്ഞ്, പല യൂട്യൂബേഴ്സിനുള്ള ഫേസ് ചെയ്യേണ്ട ഒരു പ്രോബ്ലം ആണത്. അതുകൊണ്ട് നിങ്ങൾ ദയവ് ചെയ്ത് നല്ല പോസിറ്റീവ് കമൻറ്റ്സ് ഇടുക. എനിക്ക് അങ്ങനെയൊന്നുമില്ല. എനിക്ക് പിള്ളേരിട്ടാലും വലിയവരിട്ടാലും വയസ്സായവരിട്ടാലും അങ്ങനെയൊന്നും ഒരു കുഴപ്പമില്ല എനിക്ക്. അപ്പം നിങ്ങൾ കമൻ്റ് ഇടുന്ന ഒരു പോസിറ്റീവ് ആറ്റിറ്റ്യൂഡിൽ ഒരു കമൻ്റ് ഇടണേ. അപ്പോൾ എനിക്കൂടി ഒരു പോസിറ്റീവ് എനർജി കിട്ടുന്നുണ്ട്. അതാണ് ഞാൻ പറഞ്ഞു വരുന്നത്. ഓക്കെ ഫ്രണ്ട്സ്, നമ്മൾ പറഞ്ഞ് താമസിക്കുന്നില്ല, കളിയിലേക്ക് പോവാം. എജക്റ്റ് ആവാം. ഞാൻ എജക്റ്റ് ആയിട്ടുണ്ട്. ഫസ്റ്റ് ഞാനാട്ടോ എജക്റ്റായേ. നമ്മുടെ പ്ലെയിൻ എവിടാ? നമ്മുടെ പ്ലെയിൻ വന്നു. ചിലന്മാരൊക്കെ വന്ന് കയറിയില്ല, അപ്പോഴത്തേക്കും കളി തുടങ്ങി. നമുക്ക് സിപ്വേയിലോട്ട് അല്ലേ വേണ്ട. അച്ഛന്മാരെ, കൽഹാരി അല്ല കേട്ടോ. ഓക്കെ, ഒരു മെഡിക്കൽ കിറ്റ് കിട്ടിയിട്ടുണ്ട്. ഫ്രണ്ട്സ്, നമ്മൾ ഇതിലെ കൂടെ സീൻ കളിയാണ് കളിക്കുന്നത്. ഓക്കെ ഫ്രണ്ട്സ്, ഞാൻ ചിലപ്പോഴൊന്നും ഒന്നും മിണ്ടായിരിക്കും. ചിലപ്പം എനിമി വരുമ്പോഴായിരിക്കും ഞാൻ മിണ്ടായിരിക്കുന്നത്. ഓക്കെ ഫ്രണ്ട്സ്, ഓക്കെ 4 ആയിട്ടുണ്ട് മെഡ്കിറ്റ്. അവിടെ കുറച്ച് പൈസ ഇരിപ്പുണ്ട് കേട്ടോ. നമുക്ക് ആ പൈസയും കാര്യങ്ങളൊക്കെ ഓടിച്ചെന്ന് തന്നെ എടുക്കാം. തിരികട്ടെ തിരികൾ നിലയട്ടെ മെഴുക് നിലയട്ടെ. ഓക്കെ ഫ്രണ്ട്സ്, മറ്റേ തോക്കുകളൊക്കെ ഉള്ളൊരു കൂടാരം ഇല്ലേ, അവിടെ ആണെങ്കിൽ ഒരുപാട് തോക്കുണ്ട് കേട്ടോ. അവിടെ ഞാൻ പോയി നോക്കി, അവിടെ ആണെങ്കിൽ എപ്പോഴും ആൾക്കാരെയൊക്കെ കൊല്ലാൻ കിട്ടും. ശാസ്ത്രം എവിടെയാണെന്ന് കാണാൻ പറ്റില്ല. ഇതേമാതിരി ചെറിയൊരു കോള് വന്നു കേട്ടോ, അതാണ് ഞാൻ പെട്ടെന്ന് അങ്ങ് പോയത്. അപ്പോൾ ഇതിനെന്തോ സ്പെഷ്യാലിറ്റി ഉണ്ട്. ഫ്രണ്ട്സ്, കുറേ പേര് അങ്ങോട്ടും ഇങ്ങോട്ടും ഓക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും എന്തുവാടാ അതുകൊണ്ട് എൻ്റെ അനിയത്തി വന്ന് ചോദിച്ചത് എന്തുവാന്ന്. ആരോ ഉന്നം വെക്കുന്നുണ്ട് കേട്ടോ ഫ്രണ്ട്സ്. അവളുടെ അടുത്ത് മിണ്ടായിരിക്കാൻ പറഞ്ഞു ഞാൻ. സൂപ്പർ.
എടുക്കാനാണ് എനിക്ക് ആഗ്രഹം. അവനെ അടിച്ചിട്ടുണ്ട്. ഓക്കെ ഫ്രണ്ട്സ്, നൈസായിട്ട് തന്നെ അവനെ അടിച്ചിട്ടുണ്ട്. സ്റ്റക്കുണ്ട് കേട്ടോ, ചെറിയ സ്റ്റക്കുണ്ട്. അതാ അവൻ്റെ ഏത് നോക്കാൻ നോക്കട്ടെ. അച്ഛന്മാരെ ഒരു AK-47 കിട്ടിയിട്ടുണ്ട്. അവൾ ഏത് നോക്കാൻ നോക്കട്ടെ. അവളുടെ ഒരു വാളുണ്ട്. ഫ്രണ്ട്സ്, എന്തോ ഒരു കുഴപ്പം പറ്റിയിട്ടുണ്ട്. മച്ചന്മാരെ, ഫ്രണ്ട്സ്, ആ പെണ്ണ് ഏത് തോക്ക ഞാൻ കുറച്ച് നേരം ഉണ്ടായിരുന്നു. അതെനിക്ക് കോൺസെൻട്രേഷൻ തെറ്റിപ്പോയിട്ടുണ്ട് കേട്ടോ. സോറി ഫ്രണ്ട്സ്. അപ്പം നമ്മുടെ എല്ലാത്തിനും കുറച്ച് ബുള്ളറ്റ് കിട്ടിയിട്ടുണ്ട്. എന്താണെന്ന് അറിയത്തില്ല, ചെറിയ സ്റ്റക്കും വന്നിട്ടുണ്ട് ഫ്രണ്ട്സ്. നമുക്ക് നൈസിന് നമ്മുടെ ഗൺ ഹൗസിൽ പോയിട്ട് ഓരോ ഗണ്ണങ്ങ് വെക്കിയേക്കാം. ഞാൻ ഗൺ ഹൗസിലേക്കാണ് യാത്ര. അവിടെ ഏതോ ഒരു ചെപ്പുണ്ട്. അവിടെ താഴെ എന്തൊക്കെയോ നടക്കുന്നുണ്ട്, എനിക്കറിഞ്ഞൂടാ. ഫ്രണ്ട്സ്, അമ്മ ഫ്രണ്ട്സ് ചെറിയൊരു കോൾ വന്നു. അതായിരുന്നു ഗൺ ഹൗസിൽ നിന്ന് ഗണ്ണെടുക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല ഫ്രണ്ട്സ്. അച്ഛന്മാരെ, ചെറുതായിട്ടൊരു പണി പാളിയിട്ടുണ്ട്. നമ്മുടെ സോണ് കഴിഞ്ഞു പോയി കേട്ടോ. പെട്ടെന്ന് പോകണം. മീൻസ് എന്തായാലും ലൈഫ് ഓടിയിട്ടുണ്ട്. ഈ ബസ് ഓടിക്കാൻ പറ്റുമോ? ഇല്ല.
ഇല്ല ഫ്രണ്ട്സ്, 1500 അടിച്ചിട്ടുണ്ട്. ഓക്കെ ഫ്രണ്ട്സ്, അപ്പം